അയ്യടാ, അങ്ങനെ എൻ്റെ കാശ് കൊണ്ട് എല്ലാവരും കൂടെ അങ്ങോട്ട് സന്തോഷിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് തരാമെന്ന് പറഞ്ഞ വിഹിതം ഞാനിത് തരുന്നു എന്ന് പറഞ്ഞിട്ട് ഇതാ എൻ്റെ വക മൂന്നിലൊന്ന് ഭാഗം ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പൈസ എണ്ണിയിട്ട് നമ്മുടെ കമലമ്മയുടെ മുന്നിലോട്ട് വെക്കുകയാണ്. 1,33,331 രൂപ എന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് എണ്ണി എടുത്ത് വെക്കുകയാണ്. 4,00,000-ൻ്റെ മൂന്നിലൊന്നാണെന്ന് പറഞ്ഞ്. അപ്പം നമ്മുടെ കമലമ്മ നമ്മുടെ വിനയനെ ഇങ്ങനെ നോക്കുന്നുണ്ടേ. ഇനി ബാക്കിയുള്ളത് വിച്ചുവും അതുപോലെ തന്നെ വിക്രമിനും കൂടെ വെച്ചോളും എന്നിങ്ങനെ പറയുക. അന്നേരത്തേക്കിനും വിഷു ഇങ്ങനെ ചോദിക്കുക, ഞാനോ എവിടെ നിന്ന് എന്നിങ്ങനെ ചോദിക്കും. അന്നേരം നമ്മുടെ വിനയം പറയുന്നുണ്ട്, അതെ, കറക്റ്റായിട്ടുള്ള എമൗണ്ട് വെച്ച് കഴിഞ്ഞാൽ 1 രൂപയുടെ ബാലൻസേ വരത്തുള്ളൂ, അത് അച്ഛൻ വെച്ചോട്ടെ എന്നിങ്ങനെ പറയുവേ. ഓഹോ, നീ സമ്പാദിച്ചുണ്ടാക്കിയ കാശിനൊക്കെ കൃത്യമായ കണക്കുണ്ടായി അല്ലേ വിനായക എന്നിങ്ങനെ ചോദിക്കാൻ നേരത്തേക്ക് നമ്മുടെ വേദ പറയുന്നുണ്ട്, അമ്മ ഇതാ പോയെന്ന് വിചാരിച്ച് നമ്മുടെ കുറുക്കാശി കിട്ടി, അതാണ് അമ്മ എന്നിങ്ങനെ പറയുവേ. അവിടുന്ന് ദർശനം വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതനുസരിച്ചിട്ട് ഞാനാണ് വിനായകേട്ടനെ പോലീസ് സ്റ്റേഷനിലേക്ക് പറഞ്ഞയച്ചത്. 6 ലക്ഷം മൊത്തം കിട്ടിയോ വിനായകേട്ടാന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ നന്ദിനി പറയുന്നുണ്ട്, 6 ലക്ഷമോ, 4.25 ലക്ഷമാണ് കിട്ടിയത്. അപ്പോഴും ബാങ്കിൽ അടയ്ക്കാനുള്ളത് മുഴുവനുണ്ടല്ലോ അല്ലേ ശ്രീചേട്ടത്തെ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ശ്രീചേട്ടത്തി ഇതിങ്ങനെ തല ഇങ്ങനെ താഴ്ത്തുവാണേ. ബാങ്കിലെ കാശ് മുഴുവൻ അടച്ചോളാമെന്ന് നിൻ്റെ ഭർത്താവ് വിക്രമല്ലേ പറഞ്ഞത്? പിന്നെ ഞാനാ പറഞ്ഞത് ഇത്രയെങ്കിലും കാശ് കൊടുക്കാനെന്നിങ്ങനെ നമ്മുടെ നന്ദിനി പറയുകയാണേ. ഓ ഇത്രയെങ്കിലും നല്ല മനസ്സെൻ്റെ നന്ദിനിക്കുണ്ടായല്ലോ, അത് തന്നെ വലിയ കാര്യം എന്നിങ്ങനെ നമ്മുടെ കമലമ്മ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ നന്ദിനി പറയുന്നുണ്ടേ, അമ്മ അങ്ങനെ പരിഹസിക്കുകയൊന്നും വേണ്ട. പണിയെടുത്ത് കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഉണ്ടാക്കുമ്പോഴേ അതിന് വില അറിയുള്ളൂ എന്ന് എന്നിങ്ങനെ നന്ദിനി പറയേ. അന്നേരത്തേക്ക് നമ്മുടെ കമലമ്മ പറയുന്നുണ്ട്, അതെ, കഷ്ടപ്പെട്ട് പണി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഉള്ള വില അറിയത്തുള്ളൂ. ഇവിടെ മാഷ് കഷ്ടപ്പെട്ട് പണി ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോഴത്തേക്കിനും നിങ്ങൾക്കൊന്നും അതിനൊരു വിലയില്ല, അത് കടം. അപ്പോഴത്തേക്കും നമ്മുടെ മാഷ് അങ്ങോട്ടേക്ക് വരുവേ. കമലാന്ന് വിളിച്ചുകൊണ്ടാണ് വരുന്നത്. ഇങ്ങനെയുള്ളവരോട് കണക്ക് പറഞ്ഞ് ചെറുതാകാൻ നോക്കല്ലേ നീ എന്നൊക്കെ ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടാണ് വരുന്നത് തന്നെ. അപ്പോൾ നമ്മുടെ വിനായകൻ പറയുന്നുണ്ട്, അച്ഛാ, നമ്മുടെ വീടിൻ്റെ കടത്തിൽ എല്ലാവർക്കും തുല്യ പങ്കാളിത്തമല്ലേ ഉള്ളത്, ഞാൻ അത്രേ ഉദ്ദേശിച്ചുള്ളൂ എന്നിങ്ങനെ പറയുവേ. ആരും അറിയാതെ പണം സമ്പാദിച്ച് ചിട്ടിക്ക് കൊടുത്തതല്ലേ, അത് കേശവൻ അതുമായിട്ട് മുങ്ങാൻ ശ്രമിച്ചപ്പോൾ പോലും നിനക്ക് ഇത്രയും സങ്കടം ഇല്ലായിരുന്നല്ലോ. അതുമായിട്ട് നീ ഇപ്പം അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ വീട്ടിലോട്ട് ആ പണം മുടക്കുന്നതിലാണോ നിനക്ക് ഇത്ര സങ്കടം എന്നിങ്ങനെ അച്ഛൻ ചോദിക്കുകയാണേ. ജനിച്ച അന്ന് തൊട്ട് നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ചിലവാക്കിയ കാശ് നിങ്ങൾ കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ നീ ഇവിടെ നിന്ന് വിയർക്കും വിനായക. ആ കാശ് എടുക്കടാ, പോയി എടുക്കടാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാഷിങ്ങനെ പറയുക. അപ്പോഴത്തേക്ക് നമ്മുടെ വിനായകൻ പേടിച്ചിട്ട് പോയിട്ട് കാശ് എടുക്കും കേട്ടോ. എന്നിട്ട് അച്ഛൻ വന്നിട്ട് പറയുകയെ, ഒരിക്കൽ വിക്രം തന്ന പൈസ ഞാൻ വേണ്ടാന്ന് പറഞ്ഞ് തട്ടിത്തെറിപ്പിച്ചപ്പോൾ ആ കാശെടുത്ത് മടിയിൽ കുത്തിയവനാ നീ. അന്ന് രാത്രി ഇവൾ എന്നെ ഒരുപാട് ദേഷ്യപ്പെട്ടു, ഒരുപാട് ശാസിച്ചു എന്നെ. അതെ, ശരിയാണ്, പണം എന്ന് പറയുന്നത് ഏത് എംബോക്കയുടെ കയ്യിലിരുന്നാലും അത് മഹാലക്ഷ്മിയാണ്, അതിനെ തട്ടിത്തെറിപ്പിക്കാൻ പാടില്ലായിരുന്നു. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഇതെടുത്ത് നിൻ്റെ മുഖത്തേക്ക് വലിച്ചെറിയാത്തത്. അവൻ്റെ കാശിൻ്റെ ഒരു വലിപ്പം കൊണ്ട് വന്നിരിക്കുന്നു. എടാ, തറവാടിലെ എൻ്റെ അമ്മ 1 വർഷത്തെ തേങ്ങ പറക്കി കൊടുത്ത് വിട്ടെന്നാൽ അതിലും കൂടുതൽ അവിടെ കിട്ടും എന്നൊക്കെ ഇങ്ങനെ മാഷ് പറയുകയാണ്. കഴിഞ്ഞ 35 വർഷമായിട്ട് അത് വേണ്ടാന്ന് വെച്ച് ജീവിക്കുന്നവനാണ് ഈ സുധാകരൻ മാഷ്. എന്നിട്ടാ അവൻ്റെ ഒരു കണക്ക് എന്ന് പറഞ്ഞിട്ട് നല്ല വഴക്ക് കൊടുക്കുവാണേ. ഞാനും ഭാര്യയും ഈ വീട്ടിൽ ജീവിക്കുന്നിടത്തോളം കാലം ഒരു ബാങ്ക് ഉദ്യോഗസ്ഥരും ഈ വീട്ടിലേക്ക് ജപ്തി നോട്ടീസുമായിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ എനിക്കറിയാം ഇങ്ങനെ മാഷ് പറയുകയാണ്. എടുത്തുകൊണ്ട് പോടാ, നിൻ്റെ പൈസ 1,33,333 രൂപ എന്ന് പറഞ്ഞിട്ട് ആക്ഷേപിക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ നന്ദിനി ഇങ്ങനെ വീട്ടിലോട്ട് കയറി വന്നിട്ട് ശരിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ വിനായകൻ കയറി വരുന്നുണ്ട് കേട്ടോ. അച്ഛൻ എന്ത് പറഞ്ഞിട്ട് ഒരു വിലയിലോട്ടെ ആയോ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ വിനായകൻ പറയുന്നുണ്ട്, അച്ഛൻ എന്ത് പറഞ്ഞാലെന്താ, നമ്മുടെ കയ്യിൽ തന്നെ പൈസ എത്തിയില്ലെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സന്തോഷിക്കുന്നുണ്ട് കേട്ടോ. അതിലെന്താ ഇത്ര കാര്യമുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദിനി ഇങ്ങനെ പറയുകയാണ്. നീ പറഞ്ഞതുപോലെയല്ലേ ഞാൻ പറഞ്ഞത് എന്നൊക്കെ പറയും കേട്ടോ. നമ്മുടെ 1/3 ഭാഗമല്ലേ നമ്മൾ കൊടുത്തത്. ഈ വീട്ടിലെ ഏറ്റവും മൂത്ത പുത്രനായ വിശ്വൻ എന്ന് പറയുന്ന ആൾ കിട്ടുന്ന ജോലിയെല്ലാം കളഞ്ഞിട്ട് മിണ്ടാതെ വീട്ടിൽ കൂട്ടിയിരിക്കുന്നതിന് ആർക്കും ഒരു പരാതിയില്ല. ഇവിടെ കഷ്ടപ്പെട്ട് ജീവിച്ച് പണം ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് പ്രശ്നം. കൊടുക്കുന്നതിന് എപ്പോഴും കൊടുത്തുകൊണ്ടേ ഇരിക്കണമെന്ന് മമ്മൂട്ടിയുടെ ഒരു ചൊല്ലുണ്ട് ഏതോ ഒരു സിനിമയിൽ. ഇപ്പം അങ്ങനെയാണ് നിങ്ങളുടെ അവസ്ഥ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ വിനായകൻ എണീച്ചിട്ട് ഈ മമ്മൂട്ടിന്ന് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമാകും കേട്ടോ. എന്നിട്ട് ചെയർ എടുത്തിട്ടിരിക്കുവാണല്ലോ, അപ്പോൾ പൈസ ചെയറിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പതിയെ എണീക്കും വിനായകൻ. നീ അങ്ങനെ പറഞ്ഞെങ്കിൽ എന്നോട് അത്ര സൗന്ദര്യമൊന്നും എനിക്കുണ്ടെന്ന് തോന്നുന്നില്ല മമ്മൂട്ടിയെ പോലെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ണാടി നോക്കിയിട്ട് നമ്മുടെ വിനായകൻ ഒന്ന് ആളാവാൻ ശ്രമിക്കുന്നുണ്ട്.
ഇതേ മനുഷ്യ എൻ്റെ വായിലിരിക്കുന്ന കേൾക്കലെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നന്ദിനി ഇങ്ങനെ എണീക്കുവേ. അപ്പോഴത്തേക്കും നമ്മുടെ വിനായകൻ പേടിച്ചിട്ട് പൈസ എടുത്തിട്ട് ഇരിക്കും കേട്ടോ. നമ്മുടെ പൈസ പോയപ്പോഴത്തേക്കിനും വേറെ വിളിക്കാൻ തോന്നിയത് തെറ്റ് എന്നിങ്ങനെ പറയുക. നമ്മുടെ പൈസ പോയതിൽ കിട്ടിയതിൽ ബാക്കിയുള്ളവർക്കും എല്ലാവർക്കും പൈസ കിട്ടിയില്ലേ. അവളെ എപ്പോൾ ഇതിനകത്ത് ഇടപെടിപ്പിച്ചോ അപ്പോൾ തൊട്ട് കാര്യങ്ങൾ കുഴഞ്ഞു. ഇല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന കൂടെ നമുക്കും കിട്ടിയേനായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അവളുടെ ലക്ഷ്യം വേറെയാണ് വിനായകേട്ട. അവൾക്ക് എന്തോ അവൾ ഉദ്ദേശിച്ചിട്ടുണ്ട്. തല്ലുകൊള്ളിയാണെങ്കിലും തെമ്മാടിയാണെങ്കിലും നിങ്ങളെ കഴിഞ്ഞും വിശ്വേട്ടനെ കഴിഞ്ഞും മേലെയാണ് അവളുടെ ഭർത്താവെന്ന് അവൾക്ക് തെളിയിക്കണം. ആ ശ്രീകേട്ടിയാണെങ്കിൽ പൊട്ടിയ അവളുടെ കാര്യമൊന്നും മനസ്സിലാവാതെ എപ്പോഴും ഒട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ടാണോ വിശ്വേട്ടനെ ജോലി മേടിച്ച് വേദ കൊടുത്തതെന്നിങ്ങനെ ചോദിക്കുകയെ. അതാണ് നിങ്ങൾക്ക് അവളെ മനസ്സിലായിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞത്. അവളെ മനഃശാസ്ത്രം പഠിച്ചിട്ട് വന്നതായെന്നിങ്ങനെ പറയേ. മനഃശാസ്ത്രം അവൾ അതല്ലല്ലോ പഠിച്ചിരിക്കുന്നത്, അവൾ നിയമമല്ലേ പഠിച്ചതെന്നിങ്ങനെ പറയുവേ. അത് കോളേജിൽ പഠിച്ചത്, ഇതല്ലാതെ ഇവിടെ പഠിക്കുന്നത്. അവൾക്ക് വേണ്ടാത്ത ആളുകളൊക്കെ ഇവിടുന്ന് പുറന്തള്ളും. എന്നിട്ട് അവൾക്ക് വേണ്ടുന്ന ആളുകളെ മാത്രം ഇവിടെ നിലനിർത്തും. നിങ്ങൾ നോക്കിയോ അവളുടെ മനസ്സിലുള്ളത് അച്ഛമ്മയും തറവാടുക എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇത്രയും വലിയ സ്വത്തും വീടും എല്ലാം ഇട്ടിട്ട് വന്നവൾ സ്വത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ചിന്തിച്ച് വഷളാക്കി നീ വെറുതെ കാട് കയറുവാന്നിങ്ങനെ പറയുക വിനായകൻ. ചെയ്യും വിനയേട്ടാ, അത് നിങ്ങൾക്ക് പെണ്ണുങ്ങളുടെ മനസ്സറിയാൻ വയ്യാത്തത് കൊണ്ടാണ്. ഞാൻ ചെയ്യുന്നില്ലേ, വിനായകേട്ടൻ കാണുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണേ. പിന്നീട് നമ്മുടെ വിക്രം ഇങ്ങനെ ബൈക്കിൽ വരികയാണ്. നമ്മുടെ വേദ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ വിക്രത്തിനെ. ബൈക്ക് വന്ന് നിർത്തി ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് റൂമിലോട്ട് കയറിയിട്ട് മൊബൈലൊക്കെ നമ്മുടെ ബെഡിലോട്ടിട്ട് തല്ലിപ്പൊട്ടിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ വേദ കാണുന്നുണ്ട് കേട്ടോ ഇത്. അന്നേരത്തേക്ക് നമ്മുടെ വേദ ഉള്ളിലോട്ട് കയറി ചെന്നിട്ട് ചോദിക്കുക, എന്ത് പറ്റി, നല്ല കലിപ്പിലാണല്ലോ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ വിഷു ഇങ്ങനെ പെട്ടെന്ന് എണീക്കും കേട്ടോ. എണീച്ചിട്ട് നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എൻ്റെ സുഖാന്വേഷണം അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് കയറി വരരുതെന്ന് എന്ന് പറഞ്ഞിട്ട് അലറി വിളിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ വേദ ചോദിക്കുക, ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത്, അപ്പുറത്തെ വീട്ടിലെ തങ്കച്ചിയുടെ മോൻ്റെ കാര്യം അന്വേഷിക്കണോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കിനും വിക്രം നീ ഒന്നും മിണ്ടാതിരിക്കുമെന്ന് പറഞ്ഞിട്ട് വീണ്ടും നിലവിളിക്കുകയാണ്. നീ നിൻ്റെ കാര്യം നോക്കുക എന്നൊക്കെ പറയാൻ നിർത്തിക്കാൻ നമ്മുടെ വേദ പറയുന്നുണ്ട്, പതുക്കെ അച്ഛനും അമ്മയൊക്കെ കിടന്നുറങ്ങുകയല്ലേ, അവരെ എണീപ്പിക്കണ്ടെന്നിങ്ങനെ പറയുവേ. നിങ്ങളുടെ ഈ പ്രതികരണം കാണുമ്പോൾ നിങ്ങൾ പുറത്തുള്ള ആരുമായിട്ടുമല്ല വഴക്കുണ്ടാക്കി വന്നിട്ടുള്ളത്, ഉള്ളിലുള്ള ആരോ ആയിട്ടാണെന്ന് ഇങ്ങനെ പറയുകയാണ്. ആളുകളുമായിട്ട് തല്ലുണ്ടാക്കിയെന്നാൽ നിങ്ങൾ ഇത്രയും വിഷമിക്കാറില്ല. ഇമോഷണലി നിങ്ങൾ മാനസികമായിട്ട് അടുപ്പുള്ള ആളുകളുമായിട്ട് എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഇങ്ങനെ വിഷമിക്കാറുള്ളൂ. അങ്ങനെയുള്ള ഒരാൾ എന്തെങ്കിലും പ്രത്യേകമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഏതൊക്കെയായാലും ഫ്രണ്ട്സ് അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അവർ തമ്മിൽ സംസാരിച്ച് അത് ക്ലിയർ ചെയ്യും. പിന്നെ ഉള്ളത് കാമുകിയാണ്. കാമുകിയായിട്ട് ബ്രേക്കപ്പ് ഉണ്ടാക്കി നിങ്ങൾക്ക് അങ്ങനെയുള്ള വികാരം ഉണ്ടാകത്തില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് അതിനുള്ള ചാൻസ് ഇല്ല. പിന്നെ ഉള്ളത് നിങ്ങളുടെ ഗോഡ് ഫാദർ, നിങ്ങളുടെ ശ്രീനിവാസനുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുകയോ അദ്ദേഹം തള്ളിപ്പറയുകയോ ചെയ്യുമ്പോഴാണ് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ വിക്രം ഇങ്ങനെ നമ്മുടെ വേദന നോക്കുവാണ്. സത്യം പറ വിക്രമാദിത്യ, നിങ്ങളും ശ്രീനിവാസനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്നിങ്ങനെ ചോദിക്കുവാണ്. അപ്പോൾ സാറിനെ വിളിച്ച് സംസാരിച്ചത് നീയാണല്ലേ എന്നിങ്ങനെ ചോദിക്കുകയെ. ഞാനെന്തിനും സാറിനെ വിളിക്കണം എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ചെറുതായിട്ടൊരു കള്ളത്തരമുള്ളതുപോലെ തോന്നുന്നുണ്ട് കേട്ടോ. അല്ലാതെ സാർ ഒരിക്കലും അങ്ങനെ എന്നോട് സംസാരിക്കില്ല, പ്രതികരിക്കത്തില്ല എന്നിങ്ങനെ പറയുകയാണേ. അയാൾ നിങ്ങളോട് എന്ത് പറഞ്ഞു എന്നാണ് പറയുന്നത്? അയാളുടെ കൂടെ കൂടത്തില്ല എന്ന് പറഞ്ഞോ, അതോ പാർട്ടിയുടെ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റിയെന്ന് പറഞ്ഞോ? എന്താണെങ്കിലും അത് നല്ലതിനാണെന്നങ്ങ് വിചാരിച്ചോ. ഇനിയുള്ള കാലം അച്ഛനെയും അമ്മയെയും എന്നെയും ഒക്കെ നോക്കി ഒരു കുടുംബസ്ഥനായിട്ട് ജീവിക്കാമെന്നങ്ങ് വിചാരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ വിക്രം വേദന തല്ലുന്നതിന് വേണ്ടിയിട്ട് കയ്യോങ്ങുവാണേ. ഇങ്ങനെ കയ്യോങ്ങുമ്പോഴത്തേക്കിനും നമ്മുടെ വേദയല്ലേ സാധനം, ഇങ്ങനെ കൈയും കെട്ടിയങ്ങ് നിന്ന് കൊടുക്കുവേ. എന്നിട്ട് അന്നേരത്തേക്കിനും ഉയർത്തിയ കൈ ഇങ്ങനെ താക്കും കേട്ടോ. അന്നേരത്തേക്കും നമ്മുടെ വേദ ചോദിക്കും, എന്താ തല്ലുന്നില്ലേന്ന് ചോദിക്കുവേ. തല്ലണം, നിങ്ങൾ മുറിയിലേക്ക് കയറി വന്നപ്പോൾ നിങ്ങൾ കുറേ ഷട്ടേഡ് ആണെന്ന് എനിക്ക് തോന്നി, അപ്പം അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അങ്ങനെ ആലോചിച്ച് വന്നപ്പോൾ നിങ്ങളുടെ ഉത്തരത്തിലേക്ക് എനിക്ക് കടക്കാൻ കഴിഞ്ഞെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിനെ ഞാൻ പഠിച്ചു കഴിഞ്ഞു എന്നാണ് അതിനർത്ഥം എന്നിങ്ങനെ പറയുകയാണ്. നിങ്ങളുടെ മനസ്സ് മനസ്സിലാക്കിയിട്ട് തന്നെയാണ്, അല്ലാതെ എനിക്ക് ശ്രീനിവാസനെ വിളിച്ചിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കേണ്ട ഒരാവശ്യകതയും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ വിക്രം ഫോൺ എടുത്തുകൊണ്ട് വെളിയിലോട്ട് പോവുകയാണ്.
എന്നിട്ട് നമ്മുടെ വേദ പുറകെ എന്നിട്ട് വിക്രം ഇനി എങ്ങോട്ടായി പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഇത്ര രാത്രിയായില്ലേ വിക്രം വിക്രം എന്നൊക്കെ വിളിക്കുമ്പോഴത്തേക്കിനും സംസാരിക്കുന്നൊന്നുമില്ല, ബൈക്കും എടുത്തുകൊണ്ട് പോവുകയാണേ. പിന്നീട് വേദ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ, വിക്രം വരുന്നൊന്നും കാണുന്നില്ല. പിന്നീട് നേരം വെളുക്കുവാണ്. നമ്മുടെ വേദ ഇങ്ങനെ റൂമിൻ്റെ അങ്ങോട്ടേക്ക് നോക്കുവാണ് കേട്ടോ, വിക്രം വന്ന് കാണുമോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുവാണേ. പിന്നീട് നമ്മുടെ വേദ ഇങ്ങനെ റൂമിൽ വന്ന് നോക്കുമ്പോഴത്തേക്കിനും വിക്രം അവിടെ ഇല്ലെന്ന് മനസ്സിലായിട്ട് വേദ തിരിച്ചു പോവേ. പിന്നീട് വേദ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക, ഇത്ര നേരമായിട്ട് വന്നില്ലല്ലോ, എവിടെയായിരിക്കും. എന്നിട്ട് നമ്മുടെ കൂട്ടുകാരെ വിളിക്കുവാണ്. രാജേട്ടനല്ലേ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. രാജേട്ടനാണ് എന്ന് പറയും. എന്താ മോളെന്ന് ചോദിക്കുവേ. വിക്രം അങ്ങോട്ടേക്ക് വന്നായിരുന്നു എന്ന് ചോദിക്കുവേ. ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ വിക്രമിനെ കാണിക്കുന്നുണ്ട് കേട്ടോ. നല്ല ഉറക്കമാണ്, രാത്രിയിൽ എത്ര മണിക്കാണ് വന്നതെന്ന് അറിയത്തില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിനും വേദ ഒന്ന് പറയുകയാണ്. എന്താ വിളിച്ചതെന്ന് ഇങ്ങനെ ചോദിക്കുക. അന്നേരത്തേക്കും നമ്മുടെ വേദ പറയേ, ഓൻ തോടിയെന്നാൽ വേലിപ്പടർപ്പ് വരെ എന്നിങ്ങനെ പറയാറുണ്ട് മുത്തശ്ശി. അത് ശരിയാണോന്ന് അറിയാൻ വിളിച്ചതാണെന്നിങ്ങനെ പറയുവേ. ഈ കുട്ടി എന്താ ഇങ്ങനെ പറയുന്നതെന്ന് ആലോചിച്ചിട്ട് നമ്മുടെ രാജേട്ടൻ ഫോണൊക്കെ കട്ട് ചെയ്തിട്ട് കിടക്കും കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രീജേട്ടത്തി ഇങ്ങനെ കലയൊക്കെ കഴുകിക്കൊണ്ട് നിൽക്കുകയാണ്. പിന്നീട് അടുക്കളയിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ വേദ ഇങ്ങനെ ഒരു പാത്രത്തിൽ ചോറും കറിയൊക്കെ എടുക്കുക കേട്ടോ. അപ്പോൾ ശ്രീജേട്ടത്തി ചോദിക്കുകയെ, ഇതെന്താ ശ്രീജേട്ടത്തി ആർക്കാ പൊതി കെട്ടുന്നതെന്ന് ചോദിക്കും കേട്ടോ. അന്നേരത്തേക്കും നമ്മുടെ വേദ പറയുകയാണ്, ഏറ്റവും കൂടുതൽ ഈ വീട്ടിൽ വെളിയിൽ താമസിക്കുന്നത് എൻ്റെ ഭർത്താവല്ല ശ്രീജേട്ടത്തി, അദ്ദേഹത്തിനുള്ളതാണെന്ന് പറയും കേട്ടോ. അപ്പോൾ നന്ദിനി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇത് ആർക്കാന്നാ പറഞ്ഞത്, കേട്ടില്ല എന്നിങ്ങനെ പറയുവേ. എൻ്റെ ഭർത്താവിന് വേണ്ടി. ഓഹോ അങ്ങനെയാണല്ലോ, ഇത് അച്ഛനറിഞ്ഞ് എന്താവും അവസ്ഥയെന്ന് അറിയാവോ എന്നിങ്ങനെ ചോദിക്കുവേ. അങ്ങനെയാണെങ്കിൽ നന്ദിനി പോയി അച്ഛനെ അറിയിച്ചിട്ട് വാ, എന്നിട്ട് ഞാൻ പോകുന്നുള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. ഓഹോ നിനക്കപ്പോൾ അത്ര നകളിപ്പിക്കായല്ലേ എന്ന് ചോദിക്കും കേട്ടോ. അന്നേരത്തേക്കിനും നമ്മുടെ വേദ പറയുവേ, ഓരോ ദിവസം കൂടിക്കൂടി വരുമ്പോഴത്തേക്കിനും അത് കൂടിക്കൂടി വരിക, അറിഞ്ഞില്ലേന്ന് ചോദിക്കുവേ. ഇന്നലെ അച്ഛൻ ഇപ്പം നിങ്ങളെ സഹായിക്കും കൂടി ചെയ്യരുതെന്നും കൂടെ പറഞ്ഞപ്പോൾ നകളിപ്പോൾ 25% കൂടെ വർദ്ധിച്ചു എന്ന് പറയുവേ. എന്താ വിഷമമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുക. എനിക്ക് എൻ്റെ വിഷമമൊക്കെ അവിടെ നിൽക്കട്ടെ, ഇമ്മാതിരി ചപ്രാച്ച് വില കൊണ്ടും വിക്രം നിൻ്റെ വലയിൽ വീഴാൻ പോകുന്നില്ല, അത് നീ മനസ്സിലാക്കിക്കോ എന്ന് പറയുകയാണ് നന്ദിനി. നിങ്ങൾ രാവിലെ തന്നെ എൻ്റെ അടുത്ത് വഴക്കിന് വന്നതാണോ എന്ന് ചോദിക്കുക. നോക്ക്, ഇത്ര നേരം ഏട്ടത്തിന്ന് വിളിച്ചുകൊണ്ടിരുന്നതാണ്, ഇപ്പോൾ ഏട്ടത്തി വിളി പോയിട്ട് നിങ്ങളായി, ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ നീന്നാകും. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീചേട്ടത്തി പറയേ, അത് നിനക്ക് അങ്ങനെ തോന്നുന്നു പറയേ. അപ്പോൾ വേദ പറയുന്നുണ്ട്, അത് ശ്രീചേട്ടത്തിക്ക് തോന്നും, രാവിലെ തന്നെ ഇലച്ചേട്ടി വഴക്കുണ്ടാക്കാൻ വരുന്ന നന്ദിനി ഏടത്തിക്ക് അത് തോന്നണമെന്നില്ല. നന്ദിനി ഏടത്തി ഈ വീട്ടിലും വീട്ടുകാർക്കിടയിലും എനിക്ക് സ്ഥാനം ഉണ്ടാവില്ല എന്ന് നന്ദിനി ഏടത്തി എന്നെ വെല്ലുവിളിച്ചു. ഇപ്പം എന്തായി, നടന്നില്ലേ? എൻ്റെ കാല് കഴുകി എന്നെ നന്ദിനി ഏടത്തി തന്നെ അകത്തേക്ക് കൊണ്ടുപോയി ഇല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ നന്ദിനിക്ക് അങ്ങനെ ദേഷ്യം വരികയാണ്. നിങ്ങൾക്ക് രണ്ടാൾക്ക് സംഭവിച്ചതുപോലെ തറവാട്ടമ്പലത്തിൽ വെച്ചിട്ട് വിക്രം എൻ്റെ കഴുത്തിൽ മാല അണിയിച്ചില്ലേ, ഇനി വിക്രമിൻ്റെ കാര്യം. ഇനി ഏട്ടത്തി നോക്കിക്കോ, വിക്രമിനെ ഞാൻ എൻ്റെ ചൊൽപ്പടിക്ക് നിർത്തും. ഞാൻ നടക്കാൻ പറഞ്ഞ വിക്രം നടക്കും, ഞാൻ നിൽക്കാൻ പറഞ്ഞ വിക്രം നിൽക്കും. നന്ദിനി ഏടത്തിയുടെ മുന്നിൽ വെച്ച് ഞാനത് കാണിച്ചു തരാം. എന്താ വെല്ലുവിളിക്കുന്നുണ്ടോ, ധൈര്യം ഇല്ലേ എന്നൊക്കെ ചോദിക്കും കേട്ടോ. ധൈര്യം ഇല്ലല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലേ ഇവിടെ ശ്രീചേട്ടയെ എന്തെങ്കിലും സഹായിച്ചു കൊടുക്കുക, വിക്രമിൻ്റെ കാര്യം ഞാൻ നോക്കിയോളാം കേട്ടല്ലോ എന്നിങ്ങനെ പറയേ. പിന്നീട് നമ്മുടെ വിക്രത്തിനെ കാണിക്കുന്ന കേട്ടോ. ഇപ്പോൾ ശ്രീനിവാസ സാറുമായിട്ട് സംസാരിച്ചൊക്കെ ഇങ്ങനെ ഓർക്കുവാണ് നമ്മുടെ ശ്രീനിവാസ സാറ് വിക്രമിനോട് നീ പോകാം എന്നൊക്കെ പറയുന്നതൊക്കെ. അപ്പോഴത്തേക്കും നമ്മുടെ രാജേട്ടൻ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇന്നലെ രാത്രി നീ വന്ന് കിടന്നതും ഒക്കെ ഞാൻ അറിഞ്ഞു, നിനക്ക് എന്താ പ്രശ്നം, നീ വീട്ടിലെന്തെങ്കിലുമായിട്ട് അച്ഛനുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണേ. ജീവിതത്തിൽ ആരെങ്കിലും രാജേട്ടൻ അറിഞ്ഞ് സ്നേഹിച്ചിട്ടുണ്ടോ, സ്വന്തം ജീവൻ കൊടുക്കാനും മാത്രം പാകത്തിൽ ആരെയെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ എന്നാണ് ഞാനിങ്ങനെ ചോദിച്ചതെന്ന് ഇങ്ങനെ വിക്രം പറയുവേ. നമ്മൾ ആരെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നുള്ളത് അതാത് സന്ദർഭത്തിനും സാഹചര്യത്തിനും അനുസരിച്ചിട്ട് മാറ്റം വരും വിക്രമ. പിന്നീട് നമ്മുടെ ലുട്ടാപ്പി ഉണ്ടല്ലോ, ഏറ്റവും കുഞ്ഞു മനുഷ്യൻ. അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ വന്നിട്ട് പറയുകയാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് എൻ്റെ അച്ഛനെയായിരുന്നു. ജനിച്ചപ്പോൾ തന്നെ അമ്മ മരിച്ചുപോയി. പിന്നെ ഒരു 6-7 വയസ്സുള്ളപ്പോഴാണ് തോന്നുന്നു അച്ഛനെ മനസ്സിലായത് ഞാൻ എന്നും ഇങ്ങനെ കുള്ളനായിട്ട് തന്നെ ഇരിക്കുമെന്ന്. ഒരു ദിവസം അച്ഛൻ എന്നെ കൊണ്ട് ടൗണിൽ പോയി. അങ്ങനെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടെയൊക്കെ പോയി, കുളത്തിൻ്റെ അവിടെയൊക്കെ പോയി എന്നെ അവിടെ ഇരുത്തി. എന്നിട്ട് അച്ഛൻ ഒരു ദിവസം മിഠായി മേടിച്ച് തരാം, ഇപ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ഒറ്റപ്പോക്കങ്ങ് പോയി. പിന്നീട് അച്ഛൻ ഒരിക്കലും തിരിച്ചു വന്നില്ല. അവിടെ രാത്രി മുഴുവൻ കരഞ്ഞുകൊണ്ടിരുന്ന എന്നെ ആൾക്കാരുകൾ കൊണ്ടുവന്നത് നമ്മുടെ ശ്രീനിവാസൻ സാറിൻ്റെ അടുത്തേക്കാണ്. പിന്നീടുള്ള കാലത്ത് സാറിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് ഞാൻ ഈ രാജേട്ടനോടൊപ്പം ചേർന്നതും ഇപ്പം നിങ്ങളുടെ കൂടെയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. വിക്രം, ഞാനീ പറഞ്ഞത് എൻ്റെ കഥയല്ല. അന്ന് അച്ഛനെന്നെ അവിടെ ഒറ്റയ്ക്ക് എത്തിയിട്ട് പോയപ്പോഴത്തേക്കിനും എനിക്ക് തീരാത്ത ദേഷ്യം ഉണ്ടായിരുന്നു, പകയുണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി
അന്ന് അച്ഛൻ എന്നെ അവിടെ ഇരുത്തിയിട്ട് പോയത് ഞാനൊരു ബാധ്യതയാകും, അച്ഛന് വേറെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കും എന്ന് ഞാനങ്ങനെ വിചാരിച്ചു. എൻ്റെ ജീവിതം രണ്ടാനമ്മയോടൊപ്പം നരക ജീവിതമാകുമെന്ന് പുള്ളിക്കാരൻ കരുതിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ സ്നേഹം കൊണ്ടാവില്ലേ അച്ഛൻ എന്നെ ഉപേക്ഷിച്ചിട്ടുണ്ടാവുക? അതെ, സ്നേഹം കൊണ്ടായിരിക്കും. അല്ലേ രാജേട്ടാ, അല്ലേ ജോസഫേട്ടാ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ലുട്ടാപ്പി പറയുവാണേ. അതിനർത്ഥം ശ്രീനി സാർ എന്നോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞത് സ്നേഹം കൊണ്ടാണെന്നാണോ നീ പറയുന്നത് എന്നിങ്ങനെ പറയാം. അപ്പം ജോസഫേട്ടൻ പറയുന്നുണ്ട്, അതിന് ഉത്തരം ഞാൻ പറഞ്ഞുതരാം, നീ ഇറങ്ങിപ്പോയതിന് ശേഷം എന്താണ് ഉണ്ടായെന്ന് അറിയോ? സഖാവ് ശ്രീനി സാറിനോടൊന്നും ചോദിക്കുക, വിക്രത്തിനോട് അങ്ങനെ പെരുമാറിയത് ശരിയായില്ലെന്ന് പറയാം, ഞങ്ങൾ സംസാരിക്കാമെന്ന് പറയുവാണേ. വിക്രത്തിൻ്റെ അച്ഛൻ ആ രീതിയിലാണ് സഖാവിൻ്റെ അടുത്ത് സംസാരിച്ചത്. അത് സാറിന് ഒരുപാട് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഉള്ളിലേക്ക് വാന്ന് പറഞ്ഞിട്ട് നമ്മുടെ സഖാവ് കൂട്ടുകാരെ വിളിച്ചുകൊണ്ട് ഉള്ളിലേക്ക് പോകുമ്പോൾ നമ്മുടെ ശ്രീനിവാസൻ സാർ ഇങ്ങനെ നോക്കിയിരിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാകുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഓക്കെ, താങ്ക്